ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ലേസി ഡേയ്സിയുടെ എംബ്രോയിഡറിയും അതിൻ്റെ വേരിയേഷൻസുമാണ് കാണിക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഈ തുണിയിൽ ലേസി ഡേയ്സി ചെയ്ത് കാണിക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു തുണി എടുത്തു. പിന്നെ ഫ്രെയിം വേണം. പിന്നെ ഞാൻ ഒരു 1 rupee കോയിൻ എടുത്തു. അതിൻ്റെ തന്നെ ചെറിയ സൈസിലുള്ള 1 rupee കോയിനും ഒരു ബട്ടണുമാണ് എടുത്തേക്കുന്നത്. ജെൻസിൻ്റെ ബാൻഡിലൊക്കെ ഉള്ള ഒരു ടൈപ്പ് ബട്ടണാണിത്. അതുമാണ് എടുത്തേക്കുന്നത്. അത് നമ്മുടെ ഫ്ലവറിൻ്റെ ആ വട്ടം വരയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇത് ചെയ്യാനായിട്ട് കടായി ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഹാൻഡ് എംബ്രോയിഡറി വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്തത് ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ എൻ്റെ നൂലിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇത് വെച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണണ്ടേ എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരു പെൻസിൽ എടുത്തിട്ട് കോയിൻ വെച്ച് നമ്മൾ പെൻസിൽ വെച്ച് ആ റൗണ്ടുകൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ സൈസും മാറ്റി മാറ്റി നമ്മൾ ആ റൗണ്ടുകൾ വരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ പെൻസിൽ വെച്ച് തന്നെ നമ്മുടെ ആ ഓരോ റൗണ്ടിൻ്റെയും സൈഡിലുള്ള പോർഷനിൽ നമ്മൾ ഓരോ ഡോട്ട്സുകൾ ഈക്വൽ അകലത്തിൽ ഡോട്ട്സുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സെൻറ്ററിലെ പോർഷനിൽ ഒരു മാർക്ക് കൊടുക്കണം. പിന്നെ സൈഡ് ചുറ്റിനുമുള്ള റൗണ്ടിലും ഇങ്ങനെ ഓരോ ഡോട്ട്സുകൾ ഇട്ടിട്ട് കൊടുക്കണം. അത് ഈക്വൽ അകലത്തിലായിരിക്കണം. അപ്പോഴേ നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റൽസുകൾ ഈക്വൽ അകലത്തിൽ വരുള്ളൂ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ റൗണ്ട് വരച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ പെറ്റൽസിൻ്റെ വലിപ്പം വ്യത്യാസം വരും. ആദ്യം നമ്മൾ ചെറിയതിൻ്റെയാണ് ചെയ്യുന്നത്. ചെറുതിൻ്റെ സെൻറ്ററിൽ കൂടി സൂചി എടുത്തു. നൂല് കെട്ടിട്ടിട്ടാണ് എടുത്തേക്കുന്നത്. നൂല് കെട്ടിട്ട് എടുത്തു. സൂചി വലിയ ഹോളുള്ള സൂചിയാണ്, കാരണം കടായി ത്രെഡ് കയറാനായിട്ട് ഹോള് വലിപ്പമുള്ളത് വേണമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ സാധാരണ ഹാൻഡ് എംബ്രോയിഡറിയുടെ നൂല് വെച്ച് ചെയ്യുമ്പോൾ അതുപോലെ ചെയ്തോ. ഇതിപ്പോൾ ഞാൻ ഈ കുത്തിയെടുത്ത നൂലിരിക്കുന്ന അതേ സ്ഥലത്തുകൂടി തന്നെ വീണ്ടും തിരിച്ചു കുത്തി ഇപ്പുറത്തെ ആ ഡോട്ടയിലേക്കാണ് കുത്തി തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നത്. കണ്ടോ, സൂചി കയറ്റി. എന്നിട്ട് ഞാൻ ഇതിങ്ങനെ ചുറ്റി ഇതിനെ ചുറ്റി ഇങ്ങോട്ട് വലിച്ചെടുത്തു. കണ്ടോ. എന്നിട്ട് ഇതിനെ ഇവിടെ തന്നെ കുത്തിയിറക്കുവാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു പെറ്റലായി. കണ്ടോ. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് നേരത്തെ കുത്തിയെടുത്ത് അവിടുന്ന് തന്നെ വീണ്ടും കുത്തിയെടുക്കുക. വീണ്ടും അടുത്ത കുത്താനായിട്ട് വീണ്ടും ഈ സെൻറ്ററിൽ തന്നെയാണ് നമ്മൾ കുത്തണത്. കുത്തിയിട്ട് അടുത്ത ഡോട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ചിലർ വേറൊരു മെത്തേഡുണ്ട്, ഞാൻ അതും കാണിച്ചു തരാം. എനിക്ക് എളുപ്പമായിട്ട് തോന്നിയേക്കുന്നത് ഇതാണ് കേട്ടോ. ഇങ്ങനെ വന്ന് കയറ്റി നമ്മൾ ചുറ്റി കൊടുത്തു. സൂചിയെ തന്നെ ചുറ്റി കൊടുത്തു. അധികം വലിക്കരുത്, സാധനം താഴെ പോവും. ഞാൻ നേരത്തെ അധികം വലിച്ചത് കൊണ്ടാണ് താഴെ പോയത്. ഓക്കെ. ഇനി വേറെ ചിലർ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററിൽ കൂടി എടുത്ത് വെച്ചു. എന്നിട്ട് വീണ്ടും മുകളിൽ നിന്ന് ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് കുത്തി താഴേക്ക് വെച്ചിട്ട് എന്നിട്ട് നമ്മുടെ ഈ ഡോട്ടിൻ്റെ അവിടെ കൊണ്ടുവന്ന് വീണ്ടും ഇവിടെ ഒരു കുത്തിയെടുക്കും. എന്നിട്ട് നമ്മൾ ഇതിനതുമേലേക്ക് ചുറ്റി കൊടുക്കും. സൂചിയെ ഈ നൂലതിൻ്റെ അകത്തേക്ക് ചുറ്റി കൊടുക്കുന്നു. എന്നിട്ട് വലിക്കുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല.
ഞാൻ മറ്റേ മെത്തേഡാണ്, ഒറ്റടി കാര്യം കഴിക്കുന്ന മെത്തേഡാണ് എനിക്കിഷ്ടം. ഇങ്ങനെ വരും. എങ്ങനെ ചെയ്താലും റിസൾട്ട് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്കിഷ്ടമുള്ളത് ഏതാണോ നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്നത് നിങ്ങളത് ചെയ്തു. എനിക്ക് ഇഷ്ടം ഈ ഒരു മെത്തേഡാണ്. വീണ്ടും കുത്തിയെടുത്തു. നമ്മൾ അവിടെ നിന്ന് തന്നെ നേരെ കുത്തി ഈ ഡോട്ടിലേക്ക് കുത്തി കൊണ്ടുവരും. അതിന്മേ തന്നെ ചുറ്റി കൊടുക്കും. കണ്ടോ? ഓരോരുത്തർക്കും ഓരോ കൈപ്പഴക്കല്ലേ. എനിക്ക് ഫ്രീ ആയിട്ട് തോന്നുന്നത് പോലെ ആവണമെന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കൂ. മെത്തേഡ് ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ സിംഗിൾ കളർ വെച്ച് മാത്രമാണ് ഞാൻ ചെയ്തത്. ഞാൻ ഇതിൽ തന്നെ ഡബിൾ കളറും ചെയ്ത് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു വേരിയേഷൻസ് മനസ്സിലാവും. അതിനുവേണ്ടി ഇപ്പം നമ്മുടെ ഫസ്റ്റ് ഫ്ലവർ കഴിഞ്ഞു. ഇനി ഞാൻ മിക്സഡ് കളേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അടുത്ത ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ വേറൊരു കളറാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ സെൻറ്ററിലെ അല്ല, സൈഡിലുള്ള നമ്മൾ ഓരോ ഡോട്ട്സുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഡോട്ട്സുകളാണ് ആദ്യം തയ്ച്ചു വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഡോട്ട്സിൻ്റെ അവിടെ ഇങ്ങനെ ഒന്നെടുത്ത് കുത്തിയെടുത്ത് ഒരിത്തിരി തൊട്ടപ്പുറയായിട്ട് താഴത്തേക്ക് ഇറക്കുക. ഉണ്ടോ? ജസ്റ്റ് തൊട്ടപ്പുറയായിട്ട് താഴത്തേക്ക് കുത്തി ഇറക്കി. അങ്ങനെ വീണ്ടും അടുത്ത നോട്ടിൻ്റെ അവിടെ കുത്തിയെടുത്ത് വീണ്ടും അവിടെ തന്നെ തൊട്ട് അടുത്തായിട്ട് തന്നെ കുത്തി താഴത്തേക്ക് ഇറക്കി. ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ആ ഒരു റൗണ്ടിൻ്റെ ചുറ്റിനും കൊടുത്ത എല്ലാ ഡോട്ട്സിലും നമ്മൾ ഈ ഒരു നോട്ട് ഇട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെറിയ ലേസി ഡേസി ചെയ്തതിൽ നമ്മൾ പെറ്റലിൻ്റെ അറ്റത്തൊരു നോട്ടില്ലേ, ആ നോട്ടാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്കാണ് നമ്മുടെ ഈ പെറ്റൽസുകൾ ഇനി ഇട്ട് കൊടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ഡോട്ടുകൾ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നത്. സൂചി നമ്മൾ എടുക്കുന്നത് ഈ ഒരു സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നിന്നാണ് നേരത്തെ പോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്ലവർ ചെയ്യാൻ എടുത്തതുപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് കുത്തിയെടുത്തു. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളിവിടെ ഒരു നോട്ട് ഇട്ട് കൊടുത്തില്ലേ, അതിനകത്തുകൂടി സൂചി എടുക്കുക. കണ്ടോ? എന്നിട്ട് വീണ്ടും കുത്തി അതേ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഇറക്കുക. ഇത് ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ചെയിൻ സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസുകളാണ്. ഞാൻ എന്തായാലും ഹാൻഡ് എംബ്രോയിഡറിയുടെ ബേസിക് സ്റ്റിച്ച് മുതൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ വ്യൂവേഴ്സ് എന്നോട് ആവശ്യപ്പെട്ടതിനനുസരിച്ച് അതുകൊണ്ട് ഞാൻ ഇത് ആദ്യമേ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നതാണ്, അവരുടെ ആഗ്രഹപ്രകാരം. ബാക്കിയുള്ള സ്റ്റിച്ചുകളെല്ലാം തന്നെ ഞാൻ കാണിച്ചു തരും. നിങ്ങൾക്കെല്ലാം പഠിക്കാം. കണ്ടോ? നമ്മൾ ഡബിൾ ഷെയ്ഡിൻ്റെ ചെയ്ത് കഴിഞ്ഞു. ഒരു സിംഗിൾ ഷെയ്ഡും 2 സിംഗിൾ ഷെയ്ഡും കഴിഞ്ഞ് ഇനി ഡബിൾ ഷെയ്ഡിൻ്റെ ഞാൻ ഒരെണ്ണം കൂടി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ട്രിപ്പിൾ ഷെയ്ഡിൻ്റെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഡബിൾ ഷെയ്ഡിൻ്റെ 2 എണ്ണം ചെയ്ത് കഴിഞ്ഞു. ഇതും
ഡബിൾ ഷെയ്ഡിൻ്റെ, ഇത് സിംഗിൾ ഷെയ്ഡിൻ്റെ. ഇനി ട്രിപ്പിൾ ഷെയ്ഡിൻ്റെ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇതിൽ നമ്മൾ സിംഗിൾ ഷെയ്ഡ് ചെറിയ ഫ്ലവർ ചെയ്തതുപോലെ തന്നെയാണ് സ്റ്റാർട്ടിങ്. ആദ്യം സിംഗിൾ കളറിൽ ഫുൾ ഒരു ലേസി ഡേസി ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത കളേഴ്സുകൾ നമ്മൾ അതിലേക്ക് കയറ്റുന്നത്. അപ്പോൾ ഇതിത്തിരി വലുതായതുകൊണ്ടാണ് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ചെറിയ ഫ്ലവറിൽ അങ്ങനെ ചെയ്യാൻ പാടായിരിക്കും. അപ്പം ട്രിപ്പിൾ ഷെയ്ഡ് കയറ്റുമ്പോൾ എപ്പോഴും വലിയ ഫ്ലവേഴ്സ് ചെയ്യണം. ഞാനിത് എപ്പോഴും ഇങ്ങനെ ഇട്ടിട്ടാണ് ഇതിങ്ങനെ കോർക്കുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് സൂചിയുടെ അകത്തേക്കാണ് ഇത് നമ്മൾ വലിച്ചു വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ നൂല് ഇവിടെ ഇങ്ങനെ കിടക്കുവാണെങ്കിൽ നമ്മളിതിങ്ങനെ കൊളുത്തി കൊടുക്കണം സൂചിയിലേക്ക്. അതിന് പകരം നമ്മൾ കുത്തുന്നതിന് മുന്നേ ഈ നൂലെടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഡയറക്റ്റ് കുത്തിയാൽ, കണ്ടോ, ഇതിങ്ങനെ കിടക്കുന്നത് കാരണം ഇതിങ്ങനെ ഈ നൂലിലേക്ക് കൊളുത്തി വന്നോളും. നമ്മൾ 1 കളറ് ഇട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത കളർ കയറ്റാൻ പോവാണ്. ഞാൻ പിങ്ക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കുത്തിയ സെൻറ്ററിൽ നിന്ന് തന്നെ കുത്തിയെടുക്കുക. എന്താ, സെൻറ്ററിൽ നിന്ന് കുത്തിയിട്ട് ഓരോ പെറ്റലിൻ്റെ ഉള്ളിൽ ചെറിയ ചെയിനായിട്ട് ഇട്ട് കൊടുക്കുക. അവിടെ തന്നെ കുത്തി ഓരോ പെറ്റലിൻ്റെ അകത്തായിട്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഓരോ പെറ്റലിൻ്റെ അകത്ത് വേറൊരു പെറ്റലായിട്ട്. കണ്ടോ, അടുത്ത പെറ്റൽ വന്നു. ഇപ്പം നമ്മൾ 2 കളറ് ഇതിൽ കയറ്റി കഴിഞ്ഞു. കണ്ടോ, പിങ്കും കയറ്റി, മെറൂണും കയറ്റി. ഇനി നമ്മൾ ഈ നമ്മുടെ ഇതിൻ്റെ ഇവിടെ നമ്മൾ കയറ്റിയതുപോലെ ഇവിടെയും വേറെ കളറ് കയറ്റാൻ പോവാണ്. അപ്പോൾ ആ ഒരു ഫ്ലവർ തന്നെ ഇത്തിരി കൂടി നല്ല അട്രാക്റ്റീവായിട്ട് വരും. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഗോൾഡൻ ആണ് അടുത്ത കളർ നൂലായിട്ട് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഓരോ പെറ്റലിൻ്റെയും അറ്റത്ത് നമ്മളൊരു നോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ നോട്ടിൻ്റെ അവിടെ നിന്നാണ് കുത്തിയെടുക്കുന്നത്. ഉള്ളിൽ നിന്ന് കുത്തിയെടുത്ത് ആ നോട്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് നമ്മൾ ആ കളർ കൊണ്ടുവരുന്നത്. കണ്ടോ, തൊട്ട് ഇപ്പുറത്തെ സൈഡിലും നോട്ട് കൊണ്ടുവരും. കണ്ടോ നിങ്ങൾ, പെറ്റലിൻ്റെ അറ്റത്ത് 2 ഷെയ്ഡായിട്ട് വരും. ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരും. ഞാൻ കാണിക്കാം. കണ്ടോ, ഞാൻ ഈ ഫ്ലവറിൻ്റെ അരികും ചെയ്ത് കഴിഞ്ഞു. ഇത് സിംഗിൾ കളറാണ്, ഇത് രണ്ടും. ഇതാണ് ഡബിൾ ഷെയ്ഡ്. ഇത് ട്രിപ്പിൾ ഷെയ്ഡായിട്ടാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ പോലെ തന്നെ ഇതുപോലെ ഒരെണ്ണം കൂടി ഞാൻ ചെയ്ത് കാണിക്കാം. ഓക്കെ, ട്രിപ്പിൾ ഷെയ്ഡിൻ്റെ 2 കളേഴ്സും ഞാൻ ചെയ്ത് കഴിഞ്ഞു. 2 ഫ്ലവേഴ്സും ചെയ്ത് കഴിഞ്ഞു.
നമ്മൾ ഓരോ കളേഴ്സ് ചെയ്യുമ്പോഴും അത് അടിയിൽ കെട്ടിട്ട് നിർത്തണം കേട്ടോ. അല്ലെങ്കിൽ ദേ ഇതുപോലെ കണ്ടോ, ഞാനൊരാളെ കെട്ടിടാൻ മറന്നുപോയതാണ്. ആൾ എണീറ്റ് നിന്ന് എന്നോട് പ്രസൻറ്റ് പറഞ്ഞു, കണ്ടില്ലേ, അതുപോലെ അഴിഞ്ഞു പോരും. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചോളൂ. എല്ലാ നൂലുകളും അവസാനിക്കുമ്പോൾ കെട്ടിട്ട് നിർത്തണം. ഇത് ഞാൻ വിട്ടുപോയ ആളാണ്. ഓക്കെ, അപ്പം ഇനി ഇത് വെച്ച് ഞാൻ ഇതേ സ്റ്റിച്ച് വെച്ച് തന്നെ ഇതിൻ്റെ ലീവ്സുകളും കൂടി ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ലീഫ് ഞാനിപ്പോൾ ഒരു മോഡൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ലേസി ഡേസിയുടെ സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ഇതിലും യൂസ് ചെയ്തേക്കുന്നത്. ഒരു വ്യത്യാസവും വന്നിട്ടില്ല. നൂലിൻ്റെ കളറിൽ മാത്രമേ വ്യത്യാസം എടുത്തിട്ടുള്ളൂ. ഗ്രീൻ നൂലാണ് എടുത്തേക്കുന്നത്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ലേസി ഡേസിയുടെ ഒരു ചെയിൻ ഇടുന്നത് ഇത്തിരി ലെങ്തി ആയിട്ട് ഇടുക. അതാണ് ഫസ്റ്റ് ലീഫ്. അതിൻ്റെ സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമ്മൾ അതേ സ്റ്റിച്ച് തന്നെ ഇത്തിരി ലെങ്ത് കുറച്ച് ചെയ്യുന്നു. സെയിം സ്റ്റിച്ച് എല്ലാം ഒന്ന് തന്നെ, വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ സെയിം സ്റ്റിച്ച് തന്നെ ഇട്ട് കളറ് ഗ്രീനിൽ കൊടുത്തു എന്ന് മാത്രം വ്യത്യാസം. ഇതിപ്പോൾ ഞാൻ എല്ലാ ഫ്ലവറിൻ്റെയും ചുറ്റിനും ഈ ലീഫിട്ട് ഞാൻ കാണിച്ചു തരാം മോഡൽ. ഇത് എളുപ്പമാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട്, ഒരു ബുദ്ധിമുട്ടും ഉള്ളതല്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ചെയ്ത് കഴിയുന്നവർ എനിക്ക് ഒന്ന് പിക്ചർ അയച്ചു തന്നാൽ വലിയ സന്തോഷം എനിക്ക്. കണ്ടോ, ഇപ്പം നമ്മുടെ വർക്ക് മുഴുവൻ കഴിഞ്ഞു. ഞാൻ ലീഫെല്ലാം വെച്ചു, പിന്നെ സെൻറ്ററിൽ ഓരോ സ്റ്റോൺസും ബീഡ്സും കൊടുത്തു. നമ്മൾ ഫിനിഷ് ചെയ്തു. ഇത് ലേസി ഡേസി മാത്രം വെച്ച് ചെയ്തേക്കുന്നതാണ്. പെറ്റൽസ് ആണെങ്കിലും ലീഫ് ആണെങ്കിലും എല്ലാം നമ്മൾ ലേസി ഡേസി വെച്ചാണ് ചെയ്തേക്കുന്നത്. വളരെ എളുപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വിടാം. താങ്ക് യു.